ഇപ്പോൾ എം വി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഇപ്പോഴുള്ള കേസുണ്ടായതും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത് രാഹുലിൻ്റെ പേരിൽ നടപടിയെടുത്തു എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ആ നടപടി സാങ്കേതികം മാത്രമായിരുന്നു. നടപടിക്കാലത്ത് അദ്ദേഹത്തിന്മേൽ നടപടിയെടുത്തതായ ഒരു കാര്യവും ഉണ്ടായില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. UDFിലും വിവിധ സ്റ്റേജുകളിൽ അദ്ദേഹം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പാലക്കാട് അദ്ദേഹം പോയപ്പോൾ ബൊക്ക നൽകി സ്വീകരിച്ചാനയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ 2022 കോൺഗ്രസ് നേതൃത്വത്തിന് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതി ലൈംഗിക പീഡനം നടത്തുകയും പെൺകുട്ടികളെ വശീകരിച്ച് ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിത്രം നടത്തുകയും ചെയ്തു എന്നുള്ള പരാതി ലഭിച്ചിട്ടും എന്തിനാണ് ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ഈ ചോദ്യത്തിന് യുക്തിഭദ്രമായ മറുപടി കോൺഗ്രസിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ പ്രതികരണം വരുന്നത്. അദ്ദേഹം പറയുന്നത് നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നിരുത്തരവാദിത്തത്തെ പറ്റി ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, കുറ്റപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.